പ്രിയമുള്ളവരെ, ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്. ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ആമുഖമായി ഒരു കാര്യം പറയട്ടെ. സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമളാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ഇബാദത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. നിസ്കാരത്തിനുണ്ട്, നോമ്പിനുണ്ട്, സക്കാത്തിനുണ്ട്, ഹജ്ജിനുണ്ട്. എല്ലാ അമലുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. എല്ലാ അമലുകളെക്കാളും പുണ്യമുള്ള അമൽ, അഥവാ നിങ്ങൾക്ക് തട്ടപ്പെടൂല എന്ന് ഏറെ പ്രതീക്ഷിക്കാവുന്ന അമലാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത്തദ്കിറയിൽ രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ബനതി മാതത് വഖദ് അഹ്ബബ്തു അൻ അറാഹാ ഫിൽ മനാമി. എന്റെ മോള് വഫാത്തായി പോയി, എനിക്ക് കിനാവിലൊന്ന് കാണാൻ ആഗ്രഹമുണ്ടല്ലോ. ഫഅല്ലിംനി സ്വലാതൻ നുസല്ലിഹാ ലഅല്ലി അറാഹാ. എനിക്ക് ആ മകളെ ഒന്ന് കാണാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. അങ്ങനെ എനിക്ക് ആ മകളെ ഒന്ന് കാണണം. ബഹുമാനപ്പെട്ടവർ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. ഫറഅത് ബിനതഹാ വഅലൈഹാ ലിബാസുൽ ഖത്റാനി വൽ ഗുല്ലു ഫീ ഉനുഖിഹാ വൽ ഖൈദു ഫീ റിജ്ലിഹാ ഫർതാഅത് ലിദാലിക ഫഅലമത് അൽ ഹസന. അറിയുമോ സഹോദരന്മാരെ, സഹോദരിമാരെ, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹോദരി പറഞ്ഞു, എന്റെ മരണപ്പെട്ടു പോയ മകളെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനൊരു മാർഗം പറഞ്ഞു തരണം. മഹാനവറുകൾ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അതുവഴി അതാ മകളെ കാണുകയാണ്. മകളതാ നരകീയമായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്, കാലിൽ ചങ്ങലയാണ്, വളരെ പീഡനം അനുഭവിച്ചുകൊണ്ട്, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവൾ വിഹ്വലയായി വന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അതേ, എന്റെ മകളുടെ അവസ്ഥ വലിയ അപകടത്തിലാണ്. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഹത്താ റആഹൽ ഹസനു ഫിൽ മനാമി വഹിയ ഫിൽ ജന്നതി അലാ സരീരിൻ വഅലാ റഅസിഹാ താജുൻ. അതാ ഒരു കിരീടം അണിഞ്ഞുകൊണ്ട് സ്വർഗീയമായ പട്ടിലിൽ ഇരിക്കുകയാണ്. ചോദിച്ചു, ഞാൻ ആരാണെന്നറിയുമോ ശൈഖേ? യാ ശൈഖു അമാ തഅരിഫുനി, എന്നെ അറിയുമോ? മഹാനവറുകൾ പറഞ്ഞു, അറിയില്ല. ഫഖാലത് ലഹു, അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അന തിൽകൽ മർഅത്തുല്ലതി അല്ലംത ഉമ്മി അസ്സലാത ഫറഅത്നി ഫിൽ മനാമി. നിങ്ങൾ സ്വലാത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നതായി കണ്ട മകളാണ് ഞാൻ. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, അല്ല ഫമാ സബബു അംരിക്കി, എന്താ മോളെ, അന്ന് വലിയ കാഴ്ചയല്ലേ നിന്റെ ഉമ്മ കണ്ടത്, ഇപ്പോൾ നീ സ്വർഗത്തിലായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, മർറ ബിമഖ്ബറത്തിനാ റജുലുൻ ഫസല്ലാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകാന ഫിൽ മഖ്ബറത്തി 560 ഇൻസാനം ഫിൽ അദാബി. അതാ ഞങ്ങളുടെ ഖബറിന്റെ അരികിലൂടെ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടന്നുപോയി. ഞങ്ങൾ 560 ആളുകൾ ഈ ഖബർസ്ഥാനിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. ആ ഒരു സ്വലാത്തിന്റെ കാരണമായി ഒരു നാദം മുഴങ്ങുകയാണ്, ഇർഫഉൽ അദാബ അൻഹും ബിബറകത്തി സ്വലാത്തി ഹാദർ റജുലി അലൻ നബിയിൽ കരീം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ ഇവരുടെ എല്ലാം മേലെ നിന്ന് അദാബിനെ ഉയർത്തണം എന്നൊരു നാദം മുഴങ്ങുകയാണ്. അങ്ങനെ എന്റെയും അദാബ് ഉയർത്തപ്പെട്ടതാണ്. ഞാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം ഈ ഖബറിലൂടെ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കടന്നുപോയതാണ്. അപ്പോൾ സ്വലാത്ത് നമുക്ക് എല്ലായിടത്തും രക്ഷയാണ്. നമ്മൾ വിചാരിക്കും മരണ വീട്ടിൽ സ്വലാത്തോ മരണ വീട്ടിൽ ബുറുദയോ എന്നൊക്കെ വിചാരിക്കും. ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാനവറുകൾ വഫാത്തായപ്പോ അവിടുന്ന് ജനാസ ഉയർത്തുന്നത് മുതൽ വലിയ ബുറുദയാണ്. മഹാനവറുകളെ കുറിച്ച് മക്ക ഡെയിലി ന്യൂസ് പേപ്പറിൽ എഴുതിയത് അറിയോ? വഖദ് നതഖ ബിശ്ശഹാദതൈനി, ബഹുമാനപ്പെട്ടവർ രണ്ട് കലിമയും ഉറക്കെ ചൊല്ലി. ഖബല സുഊദി റൂഹിഹി ഇലർ റഹ്മാൻ, മഹാനവറുകളുടെ ആത്മാവ് അല്ലാഹുവിലേക്ക് ഉയരുന്നതിന് മുമ്പ് കലിമ ഉറക്കെ ചൊല്ലിക്കൊണ്ടാണ് അബ്ബാസ് മാലിക്കി എന്നവർ വഫാത്തായത് എന്ന് അവിടുത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു ബിൽ മുഅല്ല, ജന്നത്തുൽ മുഅല്ലയിൽ മഹാനവറുകൾ ഖബറടക്കപ്പെട്ടു. ബൈന തക്ബീരി വത്തഹ്ലീൽ, തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലി മക്കത്തെ ജന്നത്തുൽ മുഅല്ലയിൽ മഹാനവറുകളെ മഹാന്മാരുടെ അവരുടെ വലിയുമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ഖബറടക്കി എന്ന് പത്രം വരെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്നവിടെ കൂടിയ ആളുകളെ എനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയകൾ ഉള്ള കാലമായതുകൊണ്ട് അപ്പോഴേ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണാനും കഴിഞ്ഞിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും സ്വലാത്തും ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ച കാരണത്താൽ അബ്ബാസ് മാലിക്കി തങ്ങൾക്ക് മക്കയിൽ കിട്ടിയ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലെ ജനാസ പരിചരണം ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ നേതാവ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ അന്നവിടെ എത്തുകയും ജനാസ നിസ്കരിക്കാൻ ഒരു സംഘത്തിൽ ഇമാമായി നിൽക്കുകയും അവിടുത്തെ ഖബറടക്കൽ കർമ്മത്തിൽ കൂടുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തത് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ്. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നാഫിആയ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഒക്കെ ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ സ്വലാത്തിന്റെ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമുള്ള മജ്ലിസായി അല്ലാഹു ജല്ല ജലാലുഹു നിലനിർത്തി തരട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ സാദാത്തുക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.